ഹലോ മൈ ഗൈസ്, നമ്മൾ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോകാന്ന് പ്ലാൻ ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ ആയിരിക്കണം പ്ലാൻ ചെയ്യേണ്ടത്. ഉച്ചയ്ക്ക് പ്ലാൻ ചെയ്തു, വൈകിട്ട് ട്രെയിൻ കയറി. ആദ്യം ഞങ്ങളുടെ പ്ലാൻ കോയമ്പത്തൂർ, തൃശ്ശൂർ, കൊച്ചിയായിരുന്നു. തീരുമാനം ലാസ്റ്റ് തിരുവനന്തപുരത്തേക്കായി. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ പ്ലാൻ പെട്ടെന്നായതുകൊണ്ട് ഞങ്ങൾക്ക് സ്ലീപ്പർ കിട്ടിയില്ല. ജനറലാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് സീറ്റ് കിട്ടി. ഇവന്മാർക്ക് സീറ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ അവന്മാരെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്റെ പണി. അങ്ങനെ ഇവന്മാർക്ക് രണ്ടുപേർക്ക് സീറ്റ് കിട്ടി. സീറ്റ് കിട്ടിയതും കുംഭവയറും വീർപ്പിച്ച് ഇവൻ കിടന്നുറങ്ങി. കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി താഴ്ത്തിറങ്ങിയതും സീറ്റൊക്കെ സീറ്റിന്റെ പാട്ടിന് പോയി. ഇപ്പൊ മൂട് കുത്താൻ ഇച്ചിരി സ്ഥലം മാത്രമേ ഉള്ളൂ. ട്രെയിൻ കയറുമ്പോൾ പരിചയപ്പെട്ടതാണ് ഈ ചേട്ടനെ. പുള്ളിക്കാരൻ കഴിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അയാളെ തന്നെ നോക്കിയതുകൊണ്ട് അയാൾ എനിക്കൊരു ബിസ്ക്കറ്റ് എടുത്ത് തന്നു. ഇല്ലെങ്കിൽ അയാൾക്കറിയാം അയാളുടെ വയറ് എന്തെങ്കിലുമൊക്കെ ആവുന്നു. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം എത്തി. ഞങ്ങൾ രാവിലെ എത്തുമ്പോൾ സമയം ഒരു 5:05 രാത്രി ഒന്നും കഴിക്കാത്തതുകൊണ്ട് രാവിലെ എണീറ്റ് നല്ല എണ്ണക്കടികളാണ് കഴിച്ചത്. ഈ കഴിച്ചതേ കുറെ നേരത്തേക്ക് ഉണ്ടാവുള്ളൂ എന്ന് പിന്നീടാണ് മനസ്സിലായത്. ഇവിടെ കാര്യമായിട്ട് അങ്ങോട്ട് തിരക്കില്ല. എന്നാലും ഉള്ളിലോട്ട് പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വരണം വിചാരിച്ചിരുന്ന ഒരു അമ്പലമായിരുന്നു ഈ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. അങ്ങനെ ആ കാര്യത്തിന് ഒരു തീരുമാനമായി. ഞങ്ങൾ നേരത്തെ ഇറങ്ങി കേസ് അമ്പലത്തിൽ. എന്താ വെച്ചാൽ ഞങ്ങൾ രാവിലെ 6 മണിക്ക് കയറിയതാണ്. അതിനുശേഷം ഞങ്ങൾ 10:30-11 മണി ആവറെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വരണം എന്ന് ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വരിക. അടിപൊളിയാണ്, നല്ല വൈബാണ്. ഞാൻ ആദ്യമായിട്ടാണ് വന്നത്. നിങ്ങളും വരിക, വന്ന് ആസ്വദിക്കുക, കാണാൻ പോവുക. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത് ആദ്യം നോക്കിയത് ഹോട്ടൽ എവിടെയാണെന്നുള്ളതായിരുന്നു. എന്നെ കൊണ്ടൊന്നും വിശപ്പ് എന്ന് പറയുന്ന കാര്യം പിടിച്ചെടുത്താൻ പറ്റാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ 4 പേരും ഫുഡും കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും ട്രെയിൻ വരാൻ സമയമുണ്ട്. ഞങ്ങൾ നേരെ കോവളം ബീച്ചിലേക്ക് വിട്ടു. ഉച്ച സമയത്തുകൊണ്ട് ഞങ്ങൾ 4 ആളും കരിഞ്ഞൊരു പരുവായി. വന്ന സ്ഥിതിക്ക് പിന്നെ വെയിൽ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇവൻ മേക്കപ്പ് സെറ്റ് എല്ലാം കൈ കരുതിയിട്ടാണ് വന്നിരിക്കുന്നത്. പെൺകുട്ടികളുടെ മേക്കപ്പ് സെറ്റിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതുപോലെ തന്നെയാണ് ഇവന്റെ കയ്യിലുള്ളത്. ചൂട് സഹിക്കാൻ പറ്റാത്ത കാരണം 4 കൂടി കടലിലെടുത്ത് ചാടി. ഇവനാണെങ്കിൽ ഒരു വെറി പിടിച്ചൊരു സാധനം. കടല് കാണാത്ത പോലെയാണ് അവന്റെ ഒരു കളി. എനിക്കാണെങ്കിൽ ഈ വെള്ളം എല്ലാം തലയിലായി കഴിഞ്ഞാൽ ജലദോഷം വന്ന് ഞാനൊരു സൈഡാവും. ചൂടായതുകൊണ്ട് 4 ഐസ്ക്രീമും മേടിച്ച് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നേരെ നല്ലൊരു ഭക്ഷണവും മേടിച്ച് കഴിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ട്രെയിൻ കയറി. ട്രെയിൻ കയറിയത് ഒരു ചായ മേടിച്ചാണ്. ചായക്കാരൻ നമ്മളെ പറ്റിച്ചു. ചായ എന്ന് പറഞ്ഞ് ഇവന്മാരൊക്കെ നമുക്ക് വെക്കുന്ന നല്ല കാടി വെള്ളമാണ്. മേടിച്ച സാധനം കുടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. 4 ആൾക്ക് ഉറക്കം ശരിയാവാത്തതുകൊണ്ട് ട്രെയിൻ കയറിയപാടെ ഞങ്ങളെല്ലാവരും ഉറങ്ങി എണീറ്റത് ഞങ്ങൾ പാലക്കാട് എത്തി. തിരുവനന്തപുരം എത്തിയപ്പോഴും ആദ്യം ചായയും കടിയായിരുന്നു. നേരെ വീട്ടിലേക്ക് എത്തിയപ്പോഴും അതേപോലെ തന്നെ ആയിരുന്നു. ചായയും കടിയിൽ തന്നെ ഞങ്ങൾ പരിപാടി അവസാനിപ്പിച്ചു. ബാക്കി വേറൊരു ദിവസം